ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ അഞ്ജനയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അജയിനെ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അജയ് ജസ്റ്റ് ഒന്ന് അഞ്ജനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സമയത്ത് തന്നെ അജയ്ക്ക് ഒരു കോള് വരുവാണ്. സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കണത്. അജയ് അതൊരു അവസരമൊക്കെ എടുത്തിട്ട്, അതെ അഞ്ജന സോറി, എനിക്ക് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ട് എത്തണം, ഒരു അർജന്റ് കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുക കേട്ടോ. അഞ്ജന മനസ്സ് വിചാരിക്കണ്ട, നീ ഇപ്പൊ പോയിക്കോ, പക്ഷേ ഞാൻ നിന്നെ എടുത്തോളാം. എന്റെ അടുത്തുനിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ വിവാഹം കഴിച്ച് ഞാൻ ഈ തറവാട്ടിന്റെ റാണിയായിട്ട് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന പുച്ഛത്തോടു കൂടി തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അജയ് പോയ വഴിയിൽ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അജയ് ആണെങ്കിലോ നാശം എടുക്കാണ്ട് ഇനി അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് അവിടെ നിന്ന് അങ്ങ് പോയ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ തന്നെ അച്യുതൻ പത്രം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒരു ന്യൂസ് കാണാണ്. നമ്മുടെ MLA മകന്റെ മരണം കൊലപാതകമല്ല, അതൊരു ആത്മഹത്യയാണെന്ന് തെളിയിച്ചു CA അജയ് എന്ന് പറഞ്ഞിട്ടാണ് കേസ്. അപ്പൊ അത് ഉച്ചത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ അച്യുതൻ. അത് കേട്ടുകൊണ്ട് ഭൂമി വേഗം തന്നെ അച്യുതന്റെ അടുത്തേക്ക് വരുവാണ്. എന്താ അച്ഛാ വായിച്ചത്? അല്ല, പത്രത്തിലെ നമ്മുടെ MLA മകനുണ്ടല്ലോ, അയാളുടെ മരണേ ആത്മഹത്യ കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് തെളിയിച്ചു. പുതിയ CA ചാർജ് എടുത്തില്ലേ, അയാൾ തെളിയിച്ചു പറഞ്ഞത് പത്രത്തിൽ ന്യൂസ് ഉണ്ട്, എവിടെ കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് അജയിന്റെ ആ ഒരു ന്യൂസ് നോക്കാൻ വേണ്ടി ഭൂമി ആ പത്രത്തിലെ വാർത്ത വായിച്ചു നോക്കാണ്. നോക്കുമ്പോ ഭൂമി പറഞ്ഞിടത്തൊക്കെ പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് ഐസ് കട്ടകൾ ക്യൂബുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് അതിന്റെ മുകളിൽ കയറി നിന്നോ, കഴുത്തിൽ കുറുക്കുമുറുക്കി, പിന്നെ ആ ഐസ് കട്ടകൾ മെൽറ്റ് ആയി പോയപ്പോഴേക്കും ആ കുരുക്ക് മുറുകി 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 ആണ് മരിച്ചതെന്നും, പിന്നെ അവിടെ ഒന്നും തന്നെ ഫിംഗർ പ്രിന്റ് ഉണ്ടായില്ല, പിന്നെ ടാപ്പിൽ വെള്ളം വരാതെ കുറെ നാളുകളായെന്നും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ CA അജയ് ആ ഒരു കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോഴേക്കും ഭൂമി പുച്ഛത്തോടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിരിക്കുന്നുണ്ട്. അന്ന് ഭൂമി ആ ഒരു ഐഡിയ പറഞ്ഞപ്പോ എന്തുമാത്രം ആ വഴക്ക് പറഞ്ഞത് അജയ്, പക്ഷെ ഇപ്പോ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ആ കേസ് തെളിയിച്ചിരിക്കുന്നത്. എന്താ മോളെ, എന്താ നീ ചിരിക്കുന്നത്? ഒന്നുമില്ലച്ചാ എന്ന് പറഞ്ഞിട്ട് ഭൂമി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അംബിക വരുന്നുണ്ട്. മോളോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ അമ്മേ? ഇന്ന് രാവിലെ നിന്റെ അച്ഛൻ എഴുന്നേറ്റ് പോയപ്പോഴേ പുതപ്പില് ചെറിയൊരു ബ്ലഡിന്റെ കറയുണ്ടായിരുന്നു എന്ന് പറയാണ്. അമ്മക്ക് തോന്നിയതായിരിക്കും, അത് ബ്ലഡിന്റെ ഒന്നും ആയിരിക്കില്ല. അല്ല മോളെ, ചെറുതായിട്ട് 2-3 തുള്ളിയൊക്കെ ബെഡ്ഷീറ്റിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയാണ്. അത് കാണുമ്പോഴേക്കും ഭൂമി പണ്ട അമ്മ അത് കാര്യത്തിലെടുക്കണ്ട. അതെ, അച്ഛന് ചുമയൊക്കെ വന്നിട്ട് അങ്ങനെ തൊണ്ടയൊക്കെ പൊട്ടിയതിന്റെ ഭാഗമാണ്, പിന്നെ മൂക്കില് മുറിവൊക്കെ ഉണ്ട്, അത് ഉണങ്ങാൻ സമയം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന്റെ മരുന്നാണല്ലോ അച്ഛൻ കഴിക്കണത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും സാരമാക്കണ്ട, ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താണ്, അതൊന്നും പേടിക്കാനൊന്നുമില്ല. ആണോ? ഞാൻ മോളോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ ശരി അമ്മേ എന്ന് പറയണ്ട്. ഭൂമിയായിട്ട് അപ്പുറത്തോട്ട് പൊട്ടിക്കരണം. ഈശ്വര, അച്ഛന്റെ നില ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അച്ഛനെ ഓപ്പറേഷന് വേണ്ടി പൈസ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റണേ, അച്ഛന് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം, അതിനുവേണ്ടി എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ ഭൂമി കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുക രാവിലെ തന്നെ അജയ് പോണ സമയത്ത്, പോലീസ് സ്റ്റേഷനിലേക്ക് പോണ സമയത്ത് നമ്മുടെ മുത്തശ്ശി അജയിനെ വിളിക്കണ്ട. അജയ്, നീ അവിടെ നിന്നേ. എന്താ മുത്തശ്ശി? അല്ല, ഇവിടെ അഞ്ജന വന്നിട്ടുണ്ടായിരുന്നു, അവളെന്തിനാ വന്നെന്നുള്ള കാര്യം നിനക്കറിയാലോ അല്ലേ? നിന്റെയും അഞ്ജനയുടെ വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച കാര്യം നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മുത്തശ്ശി പറഞ്ഞിരുന്നു, പക്ഷെ അത് എത്ര തിരക്ക് പിടിച്ചു വേണം മുത്തശ്ശി. എന്ത് തിരക്ക് പിടിച്ചത് നീ പറഞ്ഞ? നിനക്ക് പ്രായം എത്രയെന്ന് നിനക്ക് അറിയാവോ? നിനക്ക് 32 വയസ്സായി, അവൾക്ക് എത്രയെന്ന് അറിയാവോ? 26 വയസ്സായി. ഇനി എപ്പ കല്യാണം കഴിക്കാനായിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ കല്യാണം സത്യം പറഞ്ഞ നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു. പക്ഷെ അഞ്ജനയായിട്ട് മാത്രമല്ല, അഭിരാമിയും അഞ്ജനയും, അവരിൽ ആരെങ്കിലും ഒരാളെ നീ വലുതാകുമ്പോ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അഭിരാമി നമ്മുടെ കൂടെയില്ല, പക്ഷെ അഞ്ജനയുണ്ട്. അതുകൊണ്ട് നിനക്ക് അഞ്ജനെ വിവാഹം കഴിച്ച് ഈ തറവാട്ടിൽ തന്നെ നിൽക്കണം. അപ്പൊ അവളും വേറെ വീട്ടിൽ കെട്ടിപ്പോകുന്നുള്ള വിഷമോ നമുക്ക് ഉണ്ടാവില്ല, നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാലോ എന്നൊക്കെ പറയണം. അപ്പൊ സത്യൻ അത് കേൾക്കുമ്പോ മോഹം അങ്ങനെ മാറുന്നുണ്ട്. എന്താ വല്യമാമ ആകെ വിഷമിച്ചിരിക്കണത്? നിന്റെ വിവാഹക്കാര്യം പറഞ്ഞപ്പോഴേക്കും അഭിരാമിന് ഓർമ്മ വന്നു. എനിക്ക് തോന്നി വല്യമാമൻ അഭിരാമിനെ കുറിച്ചായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവാന്ന്. കാരണം അഭിരാമി ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, അഭിരാമി അല്ലെങ്കിൽ അഞ്ജന, ഇവരിൽ ആരെങ്കിലും ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ആരെ സെലക്ട് ചെയ്തോണ്ട് ഇവരെല്ലാരും കൂടി എന്റെ അടുത്തായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് വല്യമാമ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി, ഇത്രയും വർഷമായി വല്യമാമന്റെ കേസ് ആരും തന്നെ ഏറ്റെടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ തന്നിട്ടില്ല. ഒരു CA ആയിട്ട് നിന്നിരുന്ന വല്യമാമയുടെ കേസ് പോലും ആർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഈ നിസ്സാരക്കാട്ടുള്ള ജനങ്ങളുടെ കാര്യം പറയണോ? അതുകൊണ്ട് വല്യമാമിനി വിഷമിക്കൊന്നും വേണ്ട. ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുത്തപ്പോ തന്നെ തീരുമാനിച്ച കാര്യമാണ്, എന്റെ വല്യമ്മായിനെയും
അഭിരാമിനെയും ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന്. അത് കേട്ട് ഷോക്കായിട്ടിരിക്കാണ് കേട്ടോ. ഇവനെങ്ങനെ കേസ് തെളിയിക്കോ? കാരണം രാവിലെ പത്രത്തിലൊരു ന്യൂസ് കണ്ടേ ഉള്ളൂ, ഇവൻ MLA-യുടെ മകന്റെ മരണം ആത്മഹത്യയാണെന്ന് തെളിയിച്ച ആളാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഈ കേസ് അങ്ങനെ നിഷ്പ്രയാസം തെളിയിക്കോ? അങ്ങനെങ്കിൽ താൻ പെട്ടുപോകുമല്ലോ. എന്തായാലും അതിനു മുമ്പ് അഞ്ജനയുടെയും ഇവന്റെ വിവാഹം നടത്തിയേ പറ്റൂ. തന്റെ മോളുടെ ജീവിതമെങ്കിലും സേഫ് ആക്കണം എന്ന് ഭവാനി വിചാരിക്കുകയാണ്. ഭവാനി അജയ് എടുത്ത് പറയണ്ടേ, അല്ല മോനെ, ഈ 10-22 വർഷം മുമ്പത്തെ കേസൊക്കെ തെളിയിക്കാനായിട്ടൊക്കെ പെട്ടെന്ന് പറ്റുമോ? അല്ല, ആദ്യം അഭിരാമിനെ കാണാതെ, പിന്നെ ഏട്ടത്തിനെ കാണാതെ, അല്ല ഇവര് എവിടെയാണെന്നോ എന്താണെന്നോ ഇത്രയും വർഷമായിട്ടും ആർക്കും തെളിയിക്കാൻ പറ്റിയില്ല. അമ്മായി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ആർക്കും തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷെ തെളിയിക്കണേന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ 10-50 വർഷമായിട്ടുള്ള കേസുകളും തെളിയിക്കണം വെച്ചാൽ തെളിയിക്കുന്നില്ലേ? അതുപോലെ ഇതിപ്പോ എന്റെ കുടുംബത്തിലെ കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ കേസ് ഞാൻ തെളിയിച്ചിരിക്കും വല്യമാമക്ക് ഞാൻ വാക്ക് തരുവാണ്. അഭിരാമിനെയും വല്യമ്മായിനെയും ഞാൻ കണ്ടുപിടിച്ച് വല്യമാമയുടെ മുമ്പിലെത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഭൂമിനെ പിന്നെ കാണിക്കുക കേട്ടോ. ഭൂമിക്ക് ആ ഒരു ഓർഡർ കിട്ടുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ മുത്തശ്ശി കൊടുത്തിരിക്കുന്ന ഓർഡറാണ്. കുടുംബത്തിൽ ഒരു പൂജ, ആ പൂജക്ക് വേണ്ടിട്ട് പലഹാരങ്ങളും നിവേദ്യവും പാൽപായസവും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാന് ഒരു ഓർഡർ കൊടുക്കണം. നല്ല വലിയ എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ഭൂമിക്ക് വല്ലാത്തൊരു ആശ്വാസമാവാണ്. കാരണം ഇതുപോലത്തെ ഒരു ഓർഡർ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അഭിരാമി ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ആ ഓർഡർ സ്വീകരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മേ നമുക്കൊരു വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ നമുക്ക് എന്തായാലും നമ്മുടെ കോഫി ഷോപ്പ് തുറക്കണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തില്ലേ പാൽപായസം ഒരു മുത്തശ്ശിക്ക്, ആ മുത്തശ്ശിയുടെ വീട്ടില് എന്തോ ഒരു പൂജയും കാര്യങ്ങളും, അതിനു വേണ്ടി പാൽപായസവും ഉണ്ണിയപ്പവും നിവേദ്യം ഒക്കെ തയ്യാറാക്കാനുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അത് നന്നായി മോളെ. അല്ല എപ്പോഴത്തേക്കാ കൊടുക്കേണ്ടത്? 2 ദിവസത്തിനുള്ളിലാമേ. അപ്പൊ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കി വെക്കാം. 2 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്താൽ പോരെ? മതി അമ്മേ എന്ന് പറയാണ്. അങ്ങനെ ഭൂമിക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇത് എവിടെയാണ് സ്ഥലമൊന്നും അപ്പോഴും അച്യുതനെ അറിയില്ല. അപ്പൊ അച്യുതന് സന്തോഷമാണ്, ഭൂമിക്ക് നല്ലൊരു ഓർഡർ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഭൂമി എടുത്ത് പറയട്ടെ, മോളെ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനും നിന്റെ കൂടെ വരാം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനേ. കാരണം കറക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കണമല്ലോ. മോൾ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും അവിടുത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ മോൾക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറയാണ്. അതെ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഭൂമി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ അച്യുതൻ എന്തോ ഒന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ പെട്ടെന്ന് അംബിക പറയണ്ട, ആഹാ കൊള്ളാലോ ആഗ്രഹം, കുഴിയെടുത്തിട്ട് അതിൽ മൂടേണ്ട പ്രായമായി, ഇപ്പോഴും ആള് പറയണ വർത്താനം കേട്ടില്ലേ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോ ഭൂമിക്ക് ദേഷ്യമായിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഭൂമി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. അപ്പൊ അച്യുതനും ആകെ ഷോക്ക് ആവണം. അമ്മ എന്ത് വർത്താനാണ് ഇപ്പൊ പറഞ്ഞത്? എന്ത് വർത്താനാ പറഞ്ഞെന്ന്? അതിന് ഞാനെന്ത് പറഞ്ഞൂടി? അല്ല അച്ഛനെ പ്രായമെന്ന് അമ്മ തീരുമാനിച്ചാൽ മതിയോ? ഈ 55 വയസ്സ് പറയണത് വലിയ പ്രായമാണെന്നാണ് അമ്മ പറയണത്. മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. നമ്മളിങ്ങനെ പറയില്ലേ, സമയമായി മൂക്കില് പല്ല് വന്നു, കുഴിയിലെടുക്കാൻ സമയമായി, അങ്ങനെയൊക്കെ പറയില്ല. അതുപോലെ പറഞ്ഞാണ്. അതുപോലെ പറയണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമി പൊട്ടിക്കരയാണ്. അപ്പൊ അച്യുതൻ പറഞ്ഞ, അയ്യേ എന്റെ മോൾ ഇങ്ങനെ പൊട്ടിക്കരയല്ലേ, നോക്ക് അത് അമ്മയുടെ വായിന്ന് അറിയാതെ വന്ന വാക്കല്ലേ, അച്ഛൻ അങ്ങനെ പൊട്ടിട്ട് പോവോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, മോളുടെ കല്യാണവും മോളുടെ കൊച്ചുങ്ങളൊക്കെ കണ്ടിട്ടേ അച്ഛൻ പോവൂ. അച്ഛൻ മാത്രമല്ല അമ്മേ, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിനെ ആശ്വസിപ്പിക്കുകയാണ് അച്യുതനും അംബികയും കൂടി ചേർന്നിട്ട്. അങ്ങനെ ഭൂമി പാൽപായസവും നിവേദ്യവും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഭൂമിയുടെ സ്വന്തം തറവാടായിട്ടുള്ള നമ്മുടെ സൗഭാഗ്യപുരത്തേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഡിലേ ആണ്. ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നാളത്തെ പ്രൊമോ വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.